എല്ലാവർക്കും UK എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അഥവാ ഫിഫോ മെത്തേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിനകത്ത് എന്താണ് ഫിഫോ മെത്തേഡ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഫിഫോ മെത്തേഡിനകത്ത് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണത്. ഇനി നമ്മളൊരു പ്രോബ്ലമാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ ദിവസവും കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫിഫോ മെത്തേഡ് എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഫിഫോ മെത്തേഡിനകത്തുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ഓരോ ഡേറ്റിനകത്തുള്ള പർച്ചേസ് ഉണ്ട്, ദെൻ ഇഷ്യൂ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂവും പർച്ചേസുമാണ് ഇതിനകത്തുള്ളത്. കൃത്യമായിട്ടുള്ള യൂണിറ്റും എത്രയാണ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ റേറ്റും ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ കാണുന്ന ഒരു ഭാഗമാണ് ഫിഫോ എന്നുള്ളത്. കുറേ മെത്തേഡുകളുണ്ട്, അതിനകത്തൊരു 3-4 മെത്തേഡാണ് പ്രധാനമായിട്ടും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഫോ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ലിഫോ മെത്തേഡുണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിനകത്ത് പറയാം. അപ്പോൾ അതിനകത്ത് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡേറ്റ്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. അതിനകത്ത് എല്ലാത്തിനകത്തും ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അപ്പം ഈ ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് കൃത്യമായിട്ടും ഈ കോളം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഡേറ്റിനകത്തുള്ള ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഫസ്റ്റ് ഇന്നാവുന്നു, ഫസ്റ്റ് ഔട്ട് ആവും എന്നുള്ള ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ജനുവരി 1 ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഉണ്ട് 250 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. അപ്പോൾ ജനുവരി 1 നമ്മുടെ എഴുതുന്നു. കോളവും എല്ലാം വരക്കുമ്പം കുറച്ച് സ്പേസ് ഇവിടെ അതാണ് കുറവാണ്, അതുകൊണ്ട് ചെറുതാക്കി വരച്ചിട്ടുള്ളത്. നിങ്ങൾ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ എഴുതുന്നത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ 250 യൂണിറ്റാണ് ക്വാണ്ടിറ്റി ഉള്ളത്. 250 യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1 രൂപയാണ്. ടോട്ടൽ എത്രയാണ്? 250 ആണ്. എന്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഉള്ളത് 250 ആണ്. ഇനി ഇവിടെ മൂന്നാമത്തെ ഡേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് നടത്തുന്നുണ്ട്. പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെസിപ്റ്റാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റാണ്. റെസിപ്റ്റ് എത്രയാണ്? 100 യൂണിറ്റ്. ഒരു യൂണിറ്റ് എത്രയാണ്? 1.05 ആണ് ഒരു യൂണിറ്റ് എന്നുള്ളത്. എന്താണ് റെസിപ്റ്റാണ്. 100 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 1.05 എന്നുള്ളത്. ടോട്ടൽ എമൗണ്ട് 105 എമൗണ്ട് കൊള്ളാം. ഓക്കെ, ഇപ്പോൾ ആ ഡേറ്റിനകത്ത് എന്തില്ല? ഇഷ്യൂ ഇല്ല. അപ്പം നമ്മൾ ഇഷ്യൂ കോളത്തിനകത്ത് എമൗണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെറിയ ലോജിക്ക് മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബാലൻസ് എടുത്ത് എഴുതുന്നു. ബാലൻസ് എടുത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്രയാണ്? റേറ്റ് 1 ആണ്. ഇവിടെ റേറ്റ് എത്രയാണ്? 1.05 ആണ്. വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളാണുള്ളത്. ഒരേ റേറ്റാണ് നമുക്ക് എന്ത് ചെയ്യുക? ബാലൻസ് എന്നുള്ളത് കൂട്ടി എഴുതുക. ഇവിടെ നിന്നാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ താഴത്തേക്ക് എടുത്തെഴുതുന്നു. അതായത് 250 എത്രയാണ്? 250 ഒരു യൂണിറ്റിന് 1 പറഞ്ഞ് 250 അതേപോലെ എടുത്തെഴുതുന്നു. ഇനി ഈ റെസിപ്റ്റിൻ്റെ ബാലൻസും ഉണ്ടല്ലോ. ഈ റെസിപ്റ്റിൻ്റെ ബാലൻസ് എത്രയാണുള്ളത്? 100 യൂണിറ്റാണുള്ളത്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.05 ആണ്. ടോട്ടൽ എത്രയാണ്? 105 ആണ് ടോട്ടൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് എഴുതുന്നത്. ഓക്കെ, ഇനി ഒരു ഇഷ്യൂ കൂടി, ഏതെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വേറെ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതിനകത്തില്ല. ഇനി ഡേറ്റിന് 5 പർച്ചേസ് ചെയ്യുന്നത് എത്രയാണ്? പർച്ചേസ് ചെയ്യുന്നത് 200 യൂണിറ്റാണ് പർച്ചേസ് നടത്തുന്നത്. 200 യൂണിറ്റാണ് പർച്ചേസ് നടത്തുന്നത്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.05 തന്നെയാണ്. 1.05 എന്നുള്ളത്, അതായത് 210 ആണ് ഇവിടെയുള്ള എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, 210 ആണ് എമൗണ്ട്. ഇനി നമ്മൾ ആ ഒരു ഡേറ്റിനകത്തുള്ള ബാലൻസ്, ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ എടുത്തു, രണ്ടാമത്തത് എടുത്തു, തന്നെ മൂന്നാമത്തെയാണ് ഇപ്പോൾ പറയുന്നത്. അതാ ജനുവരി 5-ൻ്റെത്. അപ്പോൾ അതിനകത്ത് എന്തില്ല? ഇഷ്യൂ ഇല്ല. ഇഷ്യൂവിൻ്റെ കോളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട? എമൗണ്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇഷ്യൂ അവിടെ ഇല്ലല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 250 എത്രയാണ്? റേറ്റ് 1 നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. 250
രൂപ വെച്ചിട്ട് എത്രയാണ് 250 അങ്ങനെ അവിടെ ബാലൻസ് കിടക്കുന്നുണ്ട്. ഇനി ഉള്ളത് 100 യൂണിറ്റ് 1.5 അത് പെർ യൂണിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് റേറ്റ് എത്രയാണ്? 1.05 അല്ലേ ഇവിടെയുള്ളത്. ഇവിടെയുള്ള റേറ്റും തന്നെയാണ് 1.0. ഇവിടെ 1.05 ആണ്, ഇവിടെയും 1.05 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് അവിടെ എഴുതാവുന്നതാണ്. കാരണം എത്രയാണ്? ഈ 100 + 200 അതായത് 300. റേറ്റ് എത്ര തന്നെയാണ്? റേറ്റ് കോമൺ റേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. റേറ്റ് 1.05 എന്നുള്ളത്, അതായത് 315 ഇവിടെയുള്ള എന്ത് ചെയ്യുന്നത് ബാലൻസ് എന്നുള്ളത് വരുന്നത്. ഇതാണ് ഡേറ്റ് 5 വരുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് ഡേറ്റ് 7 എന്നുള്ളത്. ഡേറ്റ് 7 ഇവിടെ എഴുതുന്നു. 7 ഇഷ്യൂ ആണുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇഷ്യൂ ആണ്. ഇതിനകത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഇന്നായത് ഫസ്റ്റ് ഔട്ടാവും, ആദ്യം ഇന്നായത് ആദ്യം ഔട്ടാവും. അത് ആ ഒരു ലോജിക്കാണ് അതിനകത്തുള്ളത്. 400 യൂണിറ്റാണുള്ളത്. അപ്പം 400 യൂണിറ്റിനകത്ത് ഫസ്റ്റ് ലോട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് സെക്കൻഡ് ലോട്ട് എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ലോട്ട് എത്രയാണ്? 250 ഫസ്റ്റ് ഉള്ളത്. ഈ 250 നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ഇവിടെ റെസിപ്റ്റ് ഇല്ല, 250 കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. എത്രയാണ്? 1 വെച്ചിട്ട് എത്രയാണ്? 250. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ടോട്ടൽ ഇഷ്യൂ ചെയ്യേണ്ട എത്രയാണ്? 400 യൂണിറ്റാണ് ടോട്ടൽ ഇഷ്യൂ ഉണ്ട്. അതിൽ 250 1 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്തു. ബാക്കി എത്രയുണ്ട്? ബാക്കി 150 യൂണിറ്റ് ഇല്ലേ ബാക്കി. ഈ ബാക്കിയുള്ള 150 യൂണിറ്റ് 150 യൂണിറ്റ് അതിൻ്റെ റേറ്റ് എത്രയായിരിക്കും? ബാക്കിയുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ബാക്കിയുള്ള റേറ്റ്. ഈ 300 നിന്നാണ് ഈ ബാക്കിയുള്ള 150 എടുക്കുന്നത്. ഈ 300 നിന്നാണ് എടുക്കുന്നത്. അതായത് 1.05 ആണ് അവിടെയുള്ള റേറ്റ് എന്നുള്ള. ഓക്കെ, അപ്പം അതിനകത്ത് വരുന്നത് 157.5 എന്ത് വരുന്നത് എമൗണ്ട് എന്നുള്ളത് വരുന്നത്. ഓക്കെ, 157.5. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് അവിടെ എടുത്തെഴുതുന്നു. ബാലൻസ് എടുത്തെഴുതുന്ന എത്രയാണ്? ഈ 300 യൂണിറ്റിൽ നിന്ന് 150 യൂണിറ്റ് പോയി. ഈ 250 കംപ്ലീറ്റ് പോയി. ഈ 300 നിന്ന് 150 യൂണിറ്റാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. അപ്പം അത് നമ്മൾ എഴുതുന്നത് 150 യൂണിറ്റ്. 150 യൂണിറ്റ് ഒരു യൂണിറ്റിന് എത്രയാണ്? 1.05 തന്നെയാണ്. അപ്പോൾ ബാക്കി എത്രയാണ്? 157.5 എന്നുള്ളത്. ഓക്കെ, ഞാനതിന് അടുപ്പിച്ചെഴുതുന്നത് മുഴുവൻ ഭാഗങ്ങളും ഇവിടെ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് വിട്ടിട്ട് എഴുതിയാൽ കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. ഇത് 7ൻ്റെ എമൗണ്ടാണ്. 7ൻ്റെ എമൗണ്ടാണ് ഇവിടെ വരുന്നത്. ഇതാണ് ബാലൻസ് വരുന്നത് കേട്ടോ. 7ൻ്റെ ബാലൻസ് ആണിത്. ഇനി 10 നമ്മൾ പർച്ചേസ് നടത്തുന്നു. 10-ാം തീയതി പർച്ചേസ് നടത്തുന്നു. എത്രയാണ് പർച്ചേസ് നടത്തുന്നത്? 400 യൂണിറ്റാണ് പർച്ചേസ് നടത്തുന്നത്. 400 യൂണിറ്റ് പർച്ചേസ് നടത്തുന്നു. ഒരു യൂണിറ്റിന് 1.20 ആണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അതായത് 480 ടോട്ടൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഉള്ളത് 480. അപ്പോൾ അതിനകത്ത് എന്തില്ല, ഇഷ്യൂ ഇല്ല. ഇഷ്യൂവിൻ്റെ കോളത്തിനകത്ത് നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ 150 യൂണിറ്റ് അതേപോലെ തന്നെ അവിടെ ബാലൻസ് കിടക്കുന്നുണ്ട്. ഒന്നിന് എത്രയാണ്? 1.05 എന്നുള്ളത്. ടോട്ടൽ എത്രയാണ്? 157.5. ഇത് കഴിഞ്ഞ ബാലൻസ് ഉള്ളതല്ലേ, കഴിഞ്ഞ ഡേറ്റിനകത്തുള്ള ബാലൻസാണിത്. അതായത് കഴിഞ്ഞ ഡേറ്റിനകത്തുള്ള ബാലൻസാണ് 150, 1.05, 157.5. അത് അതേപോലെ താഴത്തേക്ക് നമ്മൾ എടുത്തെഴുതുന്നു. ഇനി ഇപ്രാവശ്യം നമ്മൾ അതായത് ജനുവരി 2021 ജനുവരി 10 പർച്ചേസ് നടത്തിയത് 400 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.05 ആണ് ഒരു യൂണിറ്റ് എന്നുള്ളത്. 480 എന്നുള്ളത്. ആ ഒരു എമൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക് അത് ബാലൻസ് ആയിട്ട് വരുമല്ലോ. അതായത് 480 1.20 400 യൂണിറ്റ് 1.05 480 എന്നുള്ളത് അവിടെ എടുത്തെഴുതി. അപ്പോൾ 10 എന്നുള്ള ഡേറ്റിനകത്തുള്ള നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോക്സ് ലെഡ്ജർ അക്കൗണ്ടിനകത്ത് എഴുതി കഴിഞ്ഞു. ഇനി 12-നകത്ത് നടത്തുന്ന ഇഷ്യൂ ആണ്. 12-നകത്തുള്ളത് 150 യൂണിറ്റാണ് 12-നകത്ത് ഇഷ്യൂ നടത്തുന്നത്. 150 യൂണിറ്റ് ഫസ്റ്റ് ലോട്ടിനകത്ത് എത്രയുണ്ട്? 150 യൂണിറ്റാണുള്ളത്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.05 ആണ് ഒരു യൂണിറ്റിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോട്ടൽ എമൗണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് 1.05 എന്നുള്ളത് 157.5 എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ലോട്ടിനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. ഇനി എത്രയുണ്ട്? സെക്കൻഡ് ലോട്ടിനകത്തുള്ള ഈ ഒരു എമൗണ്ടാണ് ഉള്ളത് 400 1.20 480 എന്നുള്ളത് അതേപോലെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. 400 യൂണിറ്റ് 1.20 480 എന്നുള്ളത് എന്താണ് ബാലൻസ് ആയിട്ട്
ബാലൻസ് ആയിട്ട് അതിനകത്തുള്ളതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ലോട്ടിൽ നിന്ന് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ലോട്ടിൽ നിന്ന് എടുക്കുന്നത് ആ ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ള. ഫസ്റ്റ് ലോട്ടിൽ നിന്ന് എടുക്കുന്ന ആ ലോട്ട് കംപ്ലീറ്റ് ആയി അടുത്ത ലോട്ടിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ റേറ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇഷ്യൂ നടത്തുന്നത് ഇപ്പോൾ ഇവിടെ 400 യൂണിറ്റ് ഇഷ്യൂ നടത്തിയിട്ട് എന്താണ് ആദ്യ ലോട്ടിനകത്തുള്ളത് എടുക്കുന്നു, എന്നിട്ട് അടുത്ത ലോട്ടിനകത്തുള്ള 1.05 നമ്മൾ എടുക്കുന്നു. ആ ഒരു രീതി മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം 12 എന്നുള്ള ഡേറ്റിനകത്തുള്ളത് ആയി. ഇനി 15 തന്നെയാണ് ഇഷ്യൂ തന്നെയാണ് 15-നകത്തുള്ളത്. എത്രയാണ്? 100 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 100 യൂണിറ്റ് ഇഷ്യൂ നടത്തുന്നു പറയുമ്പം ഏതിൽ നടക്കും? നമുക്ക് ഉള്ള ബാലൻസ് എത്രയാണ്? 400 ബാലൻസ് ഉള്ളത്. 1.2 എന്നുള്ള റേറ്റിന് 400 ബാലൻസ് ഉള്ളത്. 1.20 ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടുത്തെ റേറ്റ് എന്നുള്ളത്, അതായത് 120 എന്നുള്ളത്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ഈ 400 യൂണിറ്റിൽ നിന്ന് 100 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? ബാക്കി 300 യൂണിറ്റ് ബാക്കിയുണ്ട്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1.20 ആണ് ഒരു യൂണിറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. അത് 360 ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ബാലൻസ് ആയിട്ട് അവിടെ 15-ാം തീയതി ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 എന്ന് പറയുന്ന ഡേറ്റിനകത്തുള്ള ഇഷ്യൂ നമ്മളെന്ത് റെക്കോർഡ് ചെയ്തു. ഇനി 16-നകത്തുള്ളത് എന്താണ്? പർച്ചേസാണ് 16-നകത്ത് ഉള്ളത്. 16-നകത്ത് പർച്ചേസിൽ എത്രയാണ്? 100 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത് പർച്ചേസ് നടത്തുന്നത്. 100 യൂണിറ്റ് പർച്ചേസ് നടത്തുന്നത്. ഒരു യൂണിറ്റിന് എത്രയാണ്? 100 യൂണിറ്റ് പർച്ചേസ് നടത്തുന്നത്. ഒരു യൂണിറ്റിന് എത്രയാണ്? 1 രൂപയാണ്. അതായത് 100 യൂണിറ്റ് എന്നുള്ളത് വേറെ ഐറ്റമൊന്നുമില്ല. ഈ 300 യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ അവിടെ എടുത്തെഴുതുന്നു. 300 1.20 എത്രയാണ്? 360 എന്നുള്ളത് അതേപോലെ എടുത്തെഴുതുന്നു. ദെൻ ഈ പർച്ചേസ് നടത്തിയിട്ടുള്ള 100 യൂണിറ്റ്, ഒരു യൂണിറ്റ് എത്രയാണ്? 1 അത് വെച്ചിട്ട് 100 രൂപ എന്ത് ചെയ്യുന്നു അവിടെ എടുത്തെഴുതുന്നു. ഓക്കെ, അതാണ് 16 എന്നുള്ള ഡേറ്റിനകത്തുള്ള പർച്ചേസിൻ്റെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ 1.2 തന്നെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് എഴുതാം. പക്ഷേ ഇവിടെ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേറെ നമ്മൾ എഴുതിയിട്ടുള്ളത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള റേറ്റാണുള്ളത്. ഇനി 25-നകത്ത് 200 യൂണിറ്റാണ് 25-നകത്ത് പർച്ചേസ് നടത്തുന്നത്. 200 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 1.25. ഓക്കെ, റേറ്റ് എന്നുള്ളത് ഡിഫറൻസ് റേറ്റാണുള്ളത്. അതായത് 250 എന്നുള്ളത്. ഇഷ്യൂ ഒന്നും ഉണ്ടോ? അവിടെ ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്ന് 1.2 ആണ്, ഒന്ന് 1 ആണ്. ഇപ്പം നമ്മൾ പർച്ചേസ് നടത്തിയ റെസിപ്റ്റ് 1.25 ആണ്. വേറെ തന്നെ എഴുതണം. അതായത് 300 ബാലൻസ് ഉള്ളത് 1.20 360 എന്നുള്ളത്. അടുത്തത് 100 1 വെച്ചിട്ട് 100 എന്നുള്ളത്. ദെൻ ഇവിടെയുള്ള 200 ഇല്ലേ, അതായത് 200 1.25 വെച്ചിട്ട് 250 എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ തന്നെ എഴുതുന്നു. എത്ര എണ്ണം? 3 എണ്ണം 4 എണ്ണം എത്രയാണ് വ്യത്യസ്തമായ റേറ്റ് ഉണ്ടതല്ലേ എന്ത് ചെയ്യുന്നു? വേറെ തന്നെ എഴുതുന്നു. ഇനി ഇത് ഒരേ റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിയിട്ട് എഴുതാം. റേറ്റ് ഒന്നാണെങ്കിൽ കൂട്ടിയിട്ട് എഴുതാം. പക്ഷേ ഇവിടെ എന്തല്ല, റേറ്റ് ഒന്നല്ല, വ്യത്യസ്തമായ റേറ്റാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുന്നത്. അതായത് 31-ന് ഇഷ്യൂ നടത്തുന്ന എത്രയാണ്? 300 യൂണിറ്റാണ് 31-നകത്ത് ഇഷ്യൂ നടത്തുന്നത്. 300 യൂണിറ്റാണ് ഇഷ്യൂ നടത്തുന്നത്. 300 യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര ആയിരിക്കും? അപ്പം അതായത് ഫസ്റ്റ് ലോട്ടിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ലോട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഫസ്റ്റ് ലോട്ടിൽ നിന്നാണ് ആദ്യം എടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ സെക്കൻഡ് ലോട്ട്. ഇതാണ് ഫസ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞത്. അതല്ലേ ഫസ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ലോട്ടിൽ നിന്ന് എടുത്തിട്ട് പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ആ 300 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ നടത്തുന്നു. എത്രയാണ്? 1.20 എന്ന് പറഞ്ഞാൽ അതായത് 360 എന്നുള്ളത്. അപ്പോൾ ബാക്കി ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് ഈ 100 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 100 യൂണിറ്റ് ബാലൻസ് ഉണ്ട്. 100 യൂണിറ്റ് 1 വെച്ചിട്ട് 100 രൂപയുടെ ബാലൻസ് കിടക്കുന്നുണ്ട്. പ്ലസ് അത്രയുണ്ട് ഈ 200 യൂണിറ്റ് 1.25 വെച്ചിട്ട് 250 രൂപയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഉണ്ട്. അപ്പം അതാണ് എന്താ പറഞ്ഞാൽ ക്ലോസിങ്ങിനകത്തുള്ള ബാലൻസ് എന്നുള്ളത്. അപ്പോൾ ക്ലോസിങ്ങിനകത്ത് ഇനി ആ ക്ലോസിങ് ഡേറ്റിനകത്തുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് ബാലൻസ് ഉള്ളത്? 300 ക്വാണ്ടിറ്റിയാണ് ബാലൻസ് ഉള്ളത്. ക്വാണ്ടിറ്റി എത്രയാണ് വേണമെങ്കിൽ താഴത്തെ വേണമെങ്കിൽ എടുത്തെഴുതുക. അത്രയാണ് ബാലൻസ് ഉള്ളത്. 300 ക്വാണ്ടിറ്റി, അതായത് 200 പ്ലസ് 100 പ്ലസ് 200, 300 ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് എത്രയാണ്? 300 യൂണിറ്റ്സ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 350 ആണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ്
നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഔട്ട് മെത്തേഡിനകത്ത് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻസ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഒന്നോ രണ്ടോ ഇഷ്യൂസ് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റുള്ള ഫിഫോ കഴിഞ്ഞാൽ ലിഫോ മെത്തേഡാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.